ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പാരഗ്രാഫുകൾ ഒഴിവാക്കിയാണ് സർക്കാർ പുറത്തുവിട്ടത്. ആരാണ് ഈ വെട്ടിമാറ്റൽ നടത്തിയത് എന്ന ചോദ്യത്തിന് ഇതുവരെ സർക്കാരിൽ നിന്ന് ഉത്തരം കിട്ടിയിട്ടില്ല. 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഒഴിവാക്കിയിരിക്കുകയാണ്. എന്നാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ അതിനോടൊപ്പം നൽകി അപേക്ഷകർക്കുള്ള കുറിപ്പിൽ ഈ വിവരങ്ങൾ മറച്ചുവെച്ചിരിക്കുകയായിരുന്നു. ഏതൊക്കെ ഖണ്ഡികകളാണ് ഒഴിവാക്കുന്നത് എന്ന കൃത്യമായ വിവരം ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഭാഗങ്ങൾ ഒഴിവാക്കിയതിനെക്കുറിച്ച് 49 മുതൽ 53 വരെയുള്ള പേജുകളിലായുള്ള 11 ഖണ്ഡികകൾ എന്തിനാണ് ഒഴിവാക്കിയതിനെ കുറിച്ചുള്ള ഒരു വിവരവും ഈ കുറിപ്പിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ രഹസ്യമാക്കി വെച്ചത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കൂടുതൽ പാരഗ്രാഫുകൾ ഒഴിവാക്കിയെന്ന കണ്ടെത്തൽ വന്നിട്ടും അതിനെക്കുറിച്ച് ഒരു പ്രതികരണവും സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. എല്ലാ കാര്യവും കോടതി തീരുമാനിക്കും എന്ന മറുപടിയാണ് ഇപ്പോഴും മന്ത്രിമാർ പറയുന്നത്. നിയമമന്ത്രി പി രാജീവിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട്. വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തുവന്ന് 4 ദിവസം കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അമ്മ തയ്യാറായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ ചേരും തിരുവനന്തപുരത്ത് നിന്ന്, ഡാനി പോൾ ചേരും കൊച്ചിയിൽ നിന്ന്. ഡാൻ, ഇന്നാണല്ലോ ഈ വിവരം പുറത്തു വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്ന ഭാഗങ്ങളിൽ തന്നെ ഒഴിവാക്കലുകൾ നടന്നിട്ടുണ്ട് എന്ന്. എന്താണ് ഇങ്ങനെയൊരു ഒഴിവാക്കൽ നടന്നത്? ഇത് വെറുമൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞൊഴിയുവാൻ കഴിയുമോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തെങ്കിലും വിശദീകരണം ഇക്കാര്യത്തിൽ കിട്ടുന്നുണ്ടോ? തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം സംബന്ധിച്ച് അതീവ രഹസ്യമായി ഹേമ കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ 51 നടിമാർ നിർണായകമായി നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ചായിരുന്നു 49-ാമത്തെ പേജ് മുതൽ 53-ാമത്തെ പേജ് വരെ പരാമർശിച്ചിരുന്നത്. സ്വാഭാവികമായി അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് 21 പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം ഇത് വിവരാവകാശ ഇത് പുറത്തുവിടാനുള്ള നിർദ്ദേശം ആദ്യഘട്ടത്തിൽ തന്നെ വിവരാവകാശ കമ്മീഷൻ നൽകിയിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി 129 പാരഗ്രാഫുകൾ ഒഴിവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതായത് 49-ാമത്തെ പേജ് മുതൽ 53-ാമത്തെ പേജ് വരെയുള്ള നിർണായകമായ വിവരങ്ങൾ ബോധപൂർവം മറച്ചുവെച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഇത് ആരെയൊക്കെയോ സംരക്ഷിക്കാനാണ് എന്ന ആക്ഷേപം മറുവശത്ത് നിന്ന് ഉയർന്നിരിക്കുന്നു. അതിനിടയിലാണ് കൂടുതലൊന്നും പ്രതികരിക്കാൻ ഈ വിഷയത്തിലില്ല, നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് എന്ന് സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയൻ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി ഇനിയങ്ങ് സർക്കാരിന് മുമ്പിൽ ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടാകും. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതി ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് അദ്ദേഹം നേരത്തെ തന്നെ കൈമാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിലും തുടർ നടപടികൾ ഒന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. 3 കാര്യങ്ങൾ ഉണ്ടായാൽ, അതായത് പരാതി നൽകിയവർ ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്തൽ നടത്തിയവർ പോലീസിന് മുമ്പിലും സമാനമായ പരാതി ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കേസെടുത്ത് തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയൂ എന്നൊരു നിലപാടാണ് സർക്കാർ. ഈ ഭാഗങ്ങൾ ഒഴിവാക്കിയതിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇപ്പോഴും സർക്കാർ നൽകുന്നില്ലല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിവരാവകാശ കമ്മീഷണർ ആകെ പറഞ്ഞിരുന്നത് 81 മുതൽ 100 വരെ പേജുകളിലായി ഉള്ള 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകൾ ഒഴിവാക്കണം എന്നാണ്. പിന്നെ എന്തെങ്കിലും രഹസ്യമായി സൂക്ഷിക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഇരയുടെ ഭാഗം അത് രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു പരിശോധന നടത്താമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ ഈ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. അത് അവിടെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വന്ന സമയത്ത് ഒപ്പം അപേക്ഷകർക്ക് നൽകിയിരുന്ന ആ മറുപടിയിൽ അക്കാര്യം വ്യക്തമാക്കിയതുമാണല്ലോ ഏതെല്ലാം ഖണ്ഡികകളാണ് മാറ്റിയിട്ടുള്ളത് എന്ന്. അത് പരിശോധിക്കും തന്നെ 59 മുതൽ 79 വരെ പേജുകളിലായി കിടക്കുന്ന 118 മുതൽ 162 വരെയുള്ള പാരഗ്രാഫുകളും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. അതും കൂടാതെയാണല്ലോ ഈ SPIOയുടെ ആ കുറിപ്പിൽ പറഞ്ഞതിനും അപ്പുറത്തായിട്ട് ഈ 11 ഖണ്ഡികകൾ കൂടി അതിൽ കയറി വന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ റിപ്പോർട്ടിൽ വലിയൊരു വെട്ടിമാറ്റൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാവുകയല്ലേ?
ബോധപൂർവമാണോ അല്ലാതെയാണോ റിപ്പോർട്ടിൽ ഇത്തരത്തിലൊരു ഒമിഷൻ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത കൈവരാനുള്ളത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ചത് സ്വാഭാവികമായി അതീവ രഹസ്യാത്മക സ്വഭാവത്തോടെയാണ് ഇത്തരം പ്രതികരണങ്ങൾ, ഇത്തരം വെളിപ്പെടുത്തലുകൾ, തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ നടിമാർ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഉണ്ടായത്. സ്വാഭാവികമായി ജസ്റ്റിസ് ഹേമ തന്നെ സ്വയം അത് ടൈപ്പ് ചെയ്ത് ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു സ്റ്റെനോഗ്രാഫറുടെ പോലും സഹായം അതിൽ തേടി സാഹചര്യം ഉണ്ടാകുകയും ചെയ്തില്ല. അത് ഈ വിഷയത്തിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ടാണ് എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇരകളുമായി ബന്ധപ്പെട്ട ഈ ദുരനുഭവം നേരിട്ട നടികളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അത് പരസ്യമാകാതെ രഹസ്യമായി സൂക്ഷിക്കുന്നത് എന്ന കൃത്യമായ ഒരു വിശദീകരണം അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വൈകാതെ തന്നെ ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും പ്രതികരിച്ചതും അതേ നിലയ്ക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ഈ വിവാദത്തിന് മറ്റൊരു വശം കൂടി കൈവരുമ്പോൾ, മറ്റൊരു മാനം കൂടി കൈവരുമ്പോൾ എന്തുകൊണ്ടാണ് വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിനപ്പുറത്തേക്ക് കൂടുതൽ പാരഗ്രാഫുകൾ, കാസ്റ്റിംഗ് ഹൗസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ അടങ്ങിയ കൂടുതൽ പാരഗ്രാഫുകൾ അതിൽ നിന്ന് ഒമിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതിന്റെ കാരണം എന്താണ് എന്നതിന് വ്യക്തമായ ഉത്തരം, വ്യക്തമായ വിശദീകരണം സാംസ്കാരിക വകുപ്പിന്റെ തന്നെ ഭാഗത്തു നിന്ന് നൽകേണ്ടതായി വരും. കാരണം അത് ആരെയെങ്കിലും സംരക്ഷിക്കാനായിട്ട് നടത്തിയ നീക്കമാണെങ്കിൽ അത് സർക്കാരിന് പ്രതിരോധമായി മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വൈകാതെ എത്തുന്ന സ്ഥിതിയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ശരി ഡാൻ, ഇതുവരെ സിനിമാ സംഘടനകൾ ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായിട്ട് ഫിലിം ചേംബർ പോലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് നിലപാട് അറിയിച്ചിട്ടില്ല. അമ്മയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, റിപ്പോർട്ട് പഠിക്കട്ടെ എന്ന നിലപാടിലാണ്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അമ്മ വൈസ് പ്രസിഡന്റ് ജയം ചേർത്തല ഇക്കാര്യത്തിൽ ചില പ്രതികരണങ്ങൾ ഇന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടതിന് ശേഷം ഡാനി പോളിലേക്ക്. മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ സർക്കാരിന്റെ ഇനിഷ്യേറ്റീവില് സിനിമയെക്കുറിച്ച് പഠിക്കാൻ ഏൽപ്പിച്ചൊരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടുകള് ഈ സർക്കാരിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിനെ അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലേ അതെങ്ങനെ സമർപ്പിക്കും എന്നുള്ളത്. ഇതിനകത്ത് എനിക്കോ താങ്കൾക്കോ അറിവുള്ളത് ഇത് റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ എത്ര പേജ് ഉണ്ട് എന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ വായിച്ചറിയുന്നത്. അപ്പൊ ആ ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിനകത്തുനിന്ന് കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾക്ക് അറിവുള്ളത് മാത്രമേ എനിക്കുള്ളൂ. അതിനപ്പുറത്തോട്ട് എനിക്ക് ഒരു അറിവുമില്ല. വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കകം അമ്മ പ്രതികരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാനും എറണാകുളത്ത് തന്നെ ഉണ്ട്. കാര്യം എന്താ പറയുക, നമുക്കൊരു ബഹുസ്വരതയിൽ വിശ്വസിച്ചു പോകുന്ന ഒരു സംഘടനയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, മറ്റുള്ളവരുടെ ശബ്ദങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കേട്ടതിന് ശേഷം, വനിതാ വിഭാഗത്തിന്റെ ശബ്ദം കൂടെ കേട്ടതിന് ശേഷമേ നമ്മളൊരു പ്രതികരണം നടത്താവൂ എന്നുള്ളത് കൊണ്ടിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതിനു മുമ്പേ പ്രതികരിച്ചേനെ. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, അമ്മ എന്ത് പ്രതികരിച്ചാലും അമ്മ ഇരകൾക്കൊപ്പമാണ്. ഒരിക്കലും അമ്മ ഈ വേട്ടക്കാർക്കൊപ്പം നിൽക്കില്ല. അത് നിങ്ങൾക്ക് അസന്നിഗ്ധമായി നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന മാറ്റർ തന്നെ. അധികം വൈകാതെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കൂടുന്നതാണ്. കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ പത്രക്കാരെ വളരെ ഒഫീഷ്യലായിട്ട് തന്നെ അമ്മയുടെ അഭിപ്രായം അറിയിക്കുന്നതാണ് കേട്ടോ. WCC നമ്മുടെ സഹോദരങ്ങൾ, അവരെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റൂ? അവരോട് എനിക്ക് വളരെ സ്നേഹവും നന്ദിയുണ്ട്. കാരണം അവരുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഈ സിനിമയിൽ ഇങ്ങനെ സംഭവിക്കുന്നു. ഞാനും നിങ്ങളും ആദ്യമായിട്ട് കേൾക്കുകയല്ലേ സിനിമയിൽ ഇങ്ങനത്തെ അരാജകത്വം കൊണ്ടെന്ന്. നമ്മൾ കുടുംബമായിട്ട് ഈ ജീവിതത്തിൽ ഈ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ് നടൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്ന, കുടുംബത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലുള്ളവര് ഇങ്ങനത്തെ കഥകൾ സിനിമയിലുണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായ ഷോക്ക് പൊതുസമൂഹത്തിനുണ്ടായ അതേ ഷോക്കാണ് ഞങ്ങൾക്ക് വന്നത്. അതുകൊണ്ട് WCCയോട് ഞങ്ങൾക്ക് നന്ദിയും ആദരവേ ഉള്ളൂ. കാരണം അവർ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടയായത്. അതിലൂടെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് വെളിവായത്. അതുകൊണ്ട് അവരോട് നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷനും ഇല്ല. അവരോട് ബഹുമാനവും ആദരവും, അവരെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ, സ്നേഹത്തോടെ നിർത്തിക്കൊണ്ട് തന്നെ പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്നെ ഇതുവരെ ഒരു പവർ ഗ്രൂപ്പും എന്നെ നശിപ്പിക്കാൻ വന്നിട്ടില്ല, എന്നെ നന്നാക്കാനും വന്നിട്ടില്ല. നമ്മൾ ഒരു ഓരത്തിലൂടെ സിനിമയിൽ ഇഷ്ടപ്പെട്ട് നമ്മൾ ഇത് തൊഴിലായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു ആത്മാഭിമാനത്തോടെ. അവിടെ ഈ വിഷയങ്ങൾ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഷോക്കാണ്. എന്റെ അറിവിൽ അങ്ങനത്തെ പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്റെ അറിവാണ് ഞാൻ ഈ പറയുന്നത്. വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയാണ് പ്രതികരിച്ചത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ജയൻ പറയുന്നത് ഉടൻ തന്നെ അമ്മയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ്. ഇന്ന് തന്നെ അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാമെന്നാണോ? മഞ്ജുഷ, ഈ വിഷയം പുറത്ത് ഹേമ കമ്മിറ്റിയുടെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം പിന്നീട് കാര്യമായി തന്നെയും അമ്മയുടെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ജയൻ ചേർത്തലയുടെയെങ്കിലും ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും ചെയ്യുന്നത്. അന്നുണ്ടായിരുന്ന റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ ഉണ്ടായിരുന്ന ഒരു പ്രതികരണം ഇത് പഠിക്കട്ടെ, അതിനുശേഷം
പഠിച്ചതിനു ശേഷം പ്രതികരിക്കാമെന്നാണ്. പക്ഷേ ഇത്രയും ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും അമ്മയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിലേക്ക് ഇതുവരെയും കടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയൊരു നിഗൂഢത. ഇത് എന്തുകൊണ്ടാണ് അമ്മ വളരെ ഉത്തരവാദിത്തപ്പെട്ട സംഘടന, അതിൽ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട ഒരു സംഘടന എന്തുകൊണ്ടാണ് ഇത്ര നിരുത്തരവാദപരമായി ഈ കാര്യത്തെ കാണുന്നത് എന്നതാണ് വലിയൊരു ചോദ്യമായിട്ട് തന്നെ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. പലരും അതിനെ ചോദ്യം ചെയ്യുന്ന നിലപാടുകളെ ചോദ്യം ചെയ്യുന്നു. അത് മാത്രവുമല്ല, സിനിമാ സംഘടനകൾ പല സംഘടനകൾ പല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരും തന്നെയും ഒരു ഔദ്യോഗിക പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇത് പറയുവാനായിട്ട് തയ്യാറാവുന്നില്ല. ഇതിൽ നടപടിയോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ അടുത്ത ഒരു നടപടി എന്ന കാര്യത്തിലേക്ക് പോകുവാനായിട്ട് തയ്യാറാവുന്നില്ല. എല്ലാവരും പറയുന്നത് ഇരകളും വേട്ടക്കാരും എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ആലങ്കാരികമായി പറയുന്നുണ്ടെങ്കിലും ഒരു ഔദ്യോഗികമായ രീതിയിലേക്ക് ഒരു പ്രതികരണത്തിലേക്ക് വരാത്തത് എന്തുകൊണ്ടാണ് എന്ന ഒരു പൊതു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. അത് വൈകുന്തോറും അത് സംബന്ധിച്ചുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളും അത് കൂടുതൽ ഉച്ചത്തിൽ ഉയരുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ഏതായാലും വൈകാതെ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് നമുക്ക് മുന്നിലുള്ളത്. കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാവുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹൈക്കോടതി അടക്കം ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതിക്ക് മുൻപാകെ ഈ സീൽ ചെയ്ത കവറിൽ മുഴുവൻ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ കൂടി അതിൽ ചോദ്യം ചെയ്യപ്പെടും. കാരണം എത്രമാത്രം പേജുകൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ കൂടുതൽ പേജുകൾ ഒഴിവാക്കിയോ എന്നത് ഹൈക്കോടതിയുടെ മുന്നിൽ നടക്കുന്ന ഈ പരിശോധനയിലടക്കം ഇത് ബോധ്യമാവുകയും ചെയ്യും. ഒപ്പം ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഈ തെളിവുകളുടെ സമാഹാരം തന്നെ എത്തുകയാണെങ്കിൽ കോടതി തന്നെയും ഇക്കാര്യത്തിൽ ഇടപെടുമോ എന്നതും നമുക്ക് കാണേണ്ടി വരും. കാരണം ഇത്തരം വലിയ തെളിവുകൾ കാര്യങ്ങൾ കോടതിക്ക് മുന്നിലേക്ക് നിശ്ചയമായും അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പോകാൻ തന്നെയായിരിക്കും കോടതി തീരുമാനിക്കുകയും. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ സംവിധായകൻ